നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനുള്ള കാത്തിരിപ്പിന് അവസാനമാവുന്നു. വെള്ളിയാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയ്ക്ക് മുമ്പ് ഫലം. രണ്ട് മുന്നണികളും വിജയപ്രതീക്ഷയിൽ. നിഷേധ വോട്ടും അപരന്മാരുടെ വോട്ടും വിജയപരാജയങ്ങളെ സ്വാധീനിച്ചേക്കും. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചയാകും. കത്തോലിക്ക സഭയുടെ നിലപാടും കോൺഗ്രസിലെയും UDF-ലെയും അടിയൊഴുക്കും പൊട്ടിത്തെറികൾ സൃഷ്ടിക്കും. സംസ്ഥാന മെഡിക്കൽ എൻട്രൻസിൽ 1-ാം റാങ്ക് കോതമംഗലം വിമലഗിരി സ്കൂൾ വിദ്യാർത്ഥിക്ക്. ഓടക്കാലി കരിമ്പുംകാലയിൽ ബേസിൽ കോശി സജീവാണ് റാങ്ക് ജേതാവ്. 3 വർഷം മുമ്പത്തെ 32-ാം റാങ്കുകാരിയായ ചേച്ചിക്ക് 1-ാം റാങ്കിലൂടെ അനിയൻ പിൻഗാമിയായി. കോതമംഗലം മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രമീള സണ്ണി രാജിവെച്ചു. രാജി കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ പ്രകാരം. ടീന മാത്യു അടുത്ത ഡെപ്യൂട്ടി ചെയർപേഴ്സണാകും. വാർത്തകൾ വിശദമായി. 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെള്ളിയാഴ്ച അറിയാം. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. കോതമംഗലം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ചാണ് എണ്ണുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടും എണ്ണും. 8:30-യോടെ ആദ്യ ലീഡ് നില ലഭ്യമാകും. ഇടുക്കിയിൽ 16 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഇതിൽ LDF-ന്റെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും UDF-ന്റെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസുമായിരുന്നു മുഖ്യ എതിരാളികൾ. രണ്ടുപേരും വിജയപ്രതീക്ഷയിലാണ്. BJP-യുടെ സാബു വർഗീസും ആം ആദ്മിയുടെ സിൽവി സുനിലും SDPA-യുടെ മുഹമ്മദ് ഷറഫുദ്ദീനും പ്രചരണ രംഗത്ത് സജീവമായിരുന്നെങ്കിലും പരമാവധി എത്ര വോട്ട് നേടാനാകും എന്ന പരീക്ഷണം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. LDF സ്ഥാനാർത്ഥിക്ക് പാരകളായി ബാലറ്റിൽ ഇടം പിടിച്ച ജോയ്സ് ജോർജുമാർ എത്ര വോട്ട് പിടിക്കുമെന്നതും ഏറെ ശ്രദ്ധിക്കപ്പെടും. മത്സര രംഗത്തുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശവും ഇത്തവണത്തെ വോട്ടെടുപ്പിന്റെ പ്രത്യേകതയായിരുന്നു. ഇങ്ങനെയുണ്ടായ നിഷേധ വോട്ടുകളുടെ എണ്ണവും ഗൗരവമായ നിരീക്ഷണത്തിന് വിധേയമാകും. ഇടുക്കി മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 70.66 ആയിരുന്നു. 1,48,227 വോട്ടർമാരുണ്ടായിരുന്ന കോതമംഗലത്ത് 73.86% പേർ വോട്ട് ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആകെയുള്ള 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ളത് കോതമംഗലത്താണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടും കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ നിലപാടും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇടുക്കിയിലെ ഫലം രാഷ്ട്രീയ രംഗത്ത് ഏറെ കോളിളക്കമുണ്ടാക്കും. ഡീൻ കുര്യാക്കോസോ ജോയ്സ് ജോർജോ വിജയ് ആരായിരുന്നാലും അതിൽ മാറ്റമുണ്ടാകില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ അനുകൂലിച്ച സിറ്റിംഗ് MP PT തോമസിനെ മാറ്റി രാഹുൽ ഗാന്ധിയുടെ താൽപര്യപ്രകാരം ഡീൻ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് അഗ്നിപരീക്ഷയാണ് നേരിട്ടത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PT തോമസ് MPയെ കത്തോലിക്ക സഭയുടെ വികാരം മനസ്സിലാക്കി ബലിയാടാക്കിയ കോൺഗ്രസിന് പിന്നീടും ഏറ്റവും അധികം എതിർപ്പ് നേരിടേണ്ടി വന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ. ഉറപ്പായ ഒരു മണ്ഡലമാണ് ഇക്കാരണത്താൽ കോൺഗ്രസിനെ വെള്ളം കുടിപ്പിച്ചത്. കത്തോലിക്ക സഭയുടെ സ്വന്തം സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് LDF സ്വതന്ത്രനായി രംഗത്ത് വന്നത് പുതിയൊരു ബാന്ധവത്തിനും ഇവിടെ തുടക്കമിട്ടിരിക്കുകയാണ്. LDF-ഓ UDF-ഓ എന്നതിലുപരി കോൺഗ്രസോ ഇടുക്കി രൂപതയോ ആരാകും വിജയ് എന്ന ചോദ്യത്തിനാണ് വെള്ളിയാഴ്ച ഉത്തരമാകുന്നത്. കത്തോലിക്ക സഭയെന്ന വലിയൊരു വോട്ട് ബാങ്കിനോട് ഏറ്റുമുട്ടേണ്ടി വന്ന കോൺഗ്രസിന് മറ്റൊരു പ്രധാന ഭീഷണിയായത് അടിയൊഴുക്കാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാലുവാരിയെന്ന ആരോപണത്തിനും തെരഞ്ഞെടുപ്പ് ഫലം മറുപടി നൽകും. കേരള കോൺഗ്രസിലെ ഒരു വിഭാഗവും LDF-ന് സഹായകരമായ നിലപാട് സ്വീകരിച്ചുവെന്ന ആരോപണം നേരിടുന്നുണ്ട്. ഫലപ്രഖ്യാപനത്തിന് ശേഷം PT തോമസും മറ്റ് കോൺഗ്രസ് നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളും ഇടുക്കി രൂപതയും ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ഇവയെല്ലാം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. സംസ്ഥാന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിക്ക് 1-ാം റാങ്ക്. 12-ാം ക്ലാസ് വിദ്യാർത്ഥി ബേസിൽ കോശി സജീവാണ് ഒന്നാമനായത്. ഓടക്കാലി കരിമ്പുംകാലയിൽ സജീവിന്റെയും കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീല M വർഗീസിന്റെയും ഇളയ മകനാണ് ബേസിൽ. അപ്രതീക്ഷിതമായി 1-ാം റാങ്ക് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ബേസിൽ. അവസരത്തിൽ ഞാൻ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബ അംഗങ്ങളെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ പപ്പയും അമ്മയും ചേച്ചിയും അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചർമാരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിലാണ് കോച്ചിങ്ങിന് പോയത്. അവിടുത്തെ സാർമാരൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഓർക്കുന്നു. അതുപോലെ എല്ലാത്തിനും ഉപരി ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ്
കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാം. പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് കമ്മീഷണർ അതിൻ്റെ കീ നെറ്റിലിട്ടായിരുന്നു. അപ്പോൾ കീ നോക്കിയപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എന്നാലും ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് തന്നെയാണ് കിട്ടിയെന്നാണ് എനിക്ക്. മാതാപിതാക്കളും മകന്റെ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ചു. മകൻ സ്ഥിരം +2 ചേർന്നപ്പോൾ തന്നെ ബെർലിനിൽ ഈ ലോങ് ടൈം കോഴ്സിന് ചേർന്നിരുന്നു, കോച്ചിങ് ക്ലാസ്സിന് ചേർന്നിരുന്നു, സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതുപോലെ ഒരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയൽവാസികളും നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ബേസിലിനെ അഭിനന്ദിക്കാനെത്തി. മധുര പങ്കിട്ട് എല്ലാവരും ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. പാലാ ബ്രില്യന്റ് അക്കാദമിയിലെ വാഴക്കുളം സെന്ററിലാണ് ബേസിൽ എൻട്രൻസ് കോച്ചിംഗ് പൂർത്തിയാക്കിയത്. ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കോച്ചിംഗ്. ആദ്യ തവണ പരീക്ഷ എഴുതിയപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഒന്നാമതെത്താൻ ബേസിലിന് കഴിഞ്ഞു. പഠനത്തിൽ മിടുക്കനായ ബേസിൽ 10ാം ക്ലാസ് വിജയിച്ചതും എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡോടെയാണ്. ഇപ്പോൾ 12ാം ക്ലാസ് ഫലം കാത്തിരിക്കുകയാണ് ഈ മിടുക്കൻ. ആയിട്ടുള്ള വർക്കാണ്. ദിവസവും ഒരു TV അങ്ങനെയൊന്നും കാണാറില്ലായിരുന്നു. +1 +2 ത്രൂ ഔട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതായത് അന്നന്ന് പഠിപ്പിക്കുന്നു, അന്നന്ന് പഠിച്ചു. അതുപോലെ ബ്രില്യന്റിൽ പോയപ്പോൾ അവർ പഠിപ്പിക്കുന്ന അസൈൻമെന്റ്, അവർ മോഡല്, ഇതിലെല്ലാം നല്ല റാങ്ക് വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് നല്ല മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കാനാണ് ബേസിലിന്റെയും മാതാപിതാക്കളുടെയും തീരുമാനം. ഇവിടെ 4ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് ബേസിലിന്റെ ചേച്ചി ഏഞ്ചൽ സാറ. ഓടക്കാലിയിലെ കരിമ്പുംകാലായിൽ വീട്ടിൽ മെഡിക്കൽ എൻട്രൻസ് റാങ്ക് എത്തുന്നത് ഇത് 2ാം തവണയാണ്. 3 വർഷം മുമ്പ് ബേസിലിന്റെ ചേച്ചി ഏഞ്ചൽ സാറയാണ് ആദ്യം റാങ്ക് കൊണ്ടുവന്നത്. 32ാം റാങ്കായിരുന്നു ഏഞ്ചൽ സാറയ്ക്ക്. അനിയൻ 1ാം റാങ്ക് കൊണ്ടുവന്നതിൽ വലിയ സന്തോഷത്തിലാണ് ഈ മുൻ റാങ്കുകാരി. തന്റെ കോളേജിൽ തന്നെ അനിയൻ പഠിക്കാനെത്തുന്നതിലും ചേച്ചി സന്തോഷവതിയാണ്. ചേച്ചിയുടെ പ്രോത്സാഹനവും സഹായവും ബേസിലിന്റെ റാങ്ക് നേട്ടത്തിന് പിന്തുണയായിരുന്നു. 3 വർഷം മുമ്പ് എനിക്ക് റാങ്ക് കിട്ടിയപ്പോൾ ബേസിലിന് അത് വളരെ നല്ല മാർഗദർശിയായി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവന്റെ വർക്കാണ് ഏറ്റവും വലിയ കാര്യം. അവൻ നന്നായി വർക്ക് ചെയ്തു. ബേസിലിന്റെ വർക്കിനുള്ള ഫലം കിട്ടി. അത്ര തന്നെ. ദൈവാനുഗ്രഹം കൂടിയുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. കോതമംഗലം മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്ന് കേരള കോൺഗ്രസ് MLA പ്രമീള സണ്ണി രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ ധാരണ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രാജി. കൌൺസിലിന്റെ അവശേഷിക്കുന്ന കാലാവധിയിൽ ഇതേ പാർട്ടിയിലെ ടീന മാത്യു ഡെപ്യൂട്ടി ചെയർപേഴ്സണാകും. കേരള കോൺഗ്രസിലെ 3 വനിതാ കൌൺസിലർമാർക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്ന വിധത്തിലാണ് പാർട്ടിയിൽ ധാരണ ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് ആദ്യ 2 വർഷം ഉഷ ഡാവു ആയിരുന്നു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. പിന്നീടാണ് പ്രമീള സണ്ണിക്ക് അവസരം നൽകിയത്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രമീള സണ്ണി രാജിക്കത്ത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറി. രാജി പ്രാബല്യത്തിലായ ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന ദിവസം കൌൺസിൽ യോഗം ചേർന്ന് അടുത്ത ഡെപ്യൂട്ടി ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കും. കോതമംഗലത്ത് ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പ്രമുഖ ചിട്ടി സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. ഗോകുലം ചിട്ടി ഫണ്ട്സിന്റെ കോതമംഗലം ശാഖയിലാണ് റെയ്ഡ് നടന്നത്. നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടക്കുന്നതായി തെളിയിക്കുന്ന വിവിധ രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിൽ TU കുരുവിള MLAക്കെതിരെ കോൺഗ്രസ് കൌൺസിലർമാരുടെ രൂക്ഷ വിമർശനം. പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ MLA ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കോൺഗ്രസ് കൌൺസിലർമാർ പ്രധാനമായും ഉന്നയിച്ച ആരോപണം. കോതമംഗലത്ത് മറ്റ് പല വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും MLA തികഞ്ഞ പരാജയമാണെന്നും പരാമർശമുണ്ടായി. MLAക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കേരള കോൺഗ്രസ് കൌൺസിലർമാർ കാര്യമായ ശ്രമം നടത്തിയില്ല. 5 പേരിൽ ഒരാൾ മാത്രമാണ് പ്രതികരിച്ചത്. പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ മുനിസിപ്പൽ ചെയർമാനാണ് രൂക്ഷമായ പ്രവർത്തനം നടത്തേണ്ടതെന്ന് ഈ കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും MLAയും തമ്മിൽ ഉടലെടുത്തിട്ടുള്ള രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് കൌൺസിൽ യോഗത്തിലും പ്രതിഫലിച്ചത്. കേരള ഫുട്ബോളിൽ അണ്ടർ 21 ടീമിന്റെ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ജിനീഷ് ബാബുവിനെ DYFI വടക്കുംഭാഗം യൂണിറ്റ് സമ്മേളനം അനുമോദിച്ചു. അഖിൽ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജി പി ഐസക് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി KS ഗിരീഷ് പ്രസംഗിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി അഖിൽ സുരേന്ദ്രൻ പ്രസിഡന്റ്, മിഥുൻ കുഞ്ഞപ്പൻ വൈസ് പ്രസിഡന്റ്, ബേസിൽ ജോയ്സ് സെക്രട്ടറി, ലിൻഡോ എൽദോസ് ജോയിന്റ് സെക്രട്ടറി, VK ഷിജോ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കോതമംഗലം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതി ബോധവൽക്കരണ സെമിനാർ ഈ മാസം 19-ന് കോതമംഗലം റവന്യൂ ടവറിൽ വച്ചു നടക്കും. സ്വയം തൊഴിൽ സംരംഭകത്വം എന്ന വിഷയത്തിൽ KMH ഇക്ബാൽ ക്ലാസ് എടുക്കും.
ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ MN പ്രഭാകരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സ്വയം തൊഴിൽ വായ്പയ്ക്കായുള്ള അപേക്ഷാ ഫോം സെമിനാറിൽ വിതരണം ചെയ്യും. താൽപര്യമുള്ളവർ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും കൊണ്ടുവരണമെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. തങ്കളം ദേവഗിരി ഗുരുദേവ ക്ഷേത്രത്തിൽ പഠനോപകരണ വിതരണം, ആത്മീയ പ്രഭാഷണം, ക്ഷേത്രോപദേശക സമിതി രൂപീകരണം എന്നിവ ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് SNDP യൂണിയൻ പ്രസിഡന്റ് അജി നാരായണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ S. ശർമ്മ MLA പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ബാബു മാനിക്കാട്ട് ആത്മീയ പ്രഭാഷണം നടത്തും. കോതമംഗലം ഓലിയപ്പുറം കുടുംബയോഗത്തിന്റെ വാർഷിക ദിനാഘോഷം ഞായറാഴ്ച രാമലൂർ കാളവയലിൽ ആന്റണി ഡേവിസിന്റെ വസതിയിൽ നടക്കും. രാവിലെ 8-ന് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് ചേരുന്ന പൊതുസമ്മേളനത്തിൽ റവറന്റ് ഡോക്ടർ ജോർജ് ഓലിയപ്പുറം അധ്യക്ഷത വഹിക്കും. ചരമറിയിപ്പ്. പാലമറ്റം കൊണ്ടിമറ്റം പെലക്കുഴിയിൽ സ്കറിയ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് പുന്നേക്കാട് സെന്റ് ജോർജ് ഗൾസിമോൻ പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനുള്ള കാത്തിരിപ്പിന് അവസാനമാവുന്നു. വെള്ളിയാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയ്ക്ക് മുമ്പ് ഫലം. 2 മുന്നണികളും വിജയപ്രതീക്ഷയിൽ. നിഷേധ വോട്ടും അപരന്മാരുടെ വോട്ടും വിജയപരാജയങ്ങളെ സ്വാധീനിച്ചേക്കും. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചയാകും. കത്തോലിക്ക സഭയുടെ നിലപാടും കോൺഗ്രസിലെയും UDF-ലെയും അടിയൊഴുക്കും പൊട്ടിത്തെറികൾ സൃഷ്ടിക്കും. സംസ്ഥാന മെഡിക്കൽ എൻട്രൻസിൽ 1-ാം റാങ്ക് കോതമംഗലം വിമലഗിരി സ്കൂൾ വിദ്യാർത്ഥിക്ക്. ഓടക്കാലി കരിമ്പുംകാലായിൽ ബേസിൽ കോശി സജീവാണ് റാങ്ക് ജേതാവ്. 3 വർഷം മുമ്പത്തെ 32-ാം റാങ്കുകാരിയായ ചേച്ചിക്ക് 1-ാം റാങ്കിലൂടെ അനിയൻ പിൻഗാമിയായി. കോതമംഗലം മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രമീള സണ്ണി രാജിവെച്ചു. രാജി കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ പ്രകാരം. ടീന മാത്യു അടുത്ത ഡെപ്യൂട്ടി ചെയർപേഴ്സണാകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.